Good morning. ഫസ്റ്റ് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? എത്ര കുട്ടികളായിട്ടുണ്ട്? 35 പേരായിട്ടുണ്ട്. ഓക്കെ, ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ ക്ലാസ്സിൽ കയറിയത്? ആതിര, മാളു, കീർത്തന, അതെ. ഓക്കെ. ഞാനിപ്പോ ഇവിടെ ക്ലാസ്സിൽ കയറിയപ്പോ തന്നെ സാധാ മിക്ക ക്ലാസ്സിൽ കയറുമ്പോ ഞാൻ നമ്മുടെ വീഡിയോ ഓണാക്കി, റെക്കോർഡ് ഓണാക്കി, ഗുഡ് മോർണിംഗ് പറഞ്ഞതിന് ശേഷമാണ് കുട്ടികൾ ഗുഡ് മോർണിംഗ് മാമെന്ന് മെസ്സേജ് ഇടുന്നത്. ഞാനും ഇവിടെ വന്നിരുന്നപ്പോ തുടങ്ങി ഓരോരുത്തർ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞോട്ട് മെസ്സേജ് ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്താ പറയാ, ഒരു വലിയൊരു സന്തോഷം പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കയറി കഴിഞ്ഞാൽ ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞതിന് ശേഷം തിരിച്ച് എനിക്കൊരു ഗുഡ് മോർണിംഗ് കിട്ടാറുള്ളൂ. ഓക്കെ, എന്തായാലും എത്ര പേരായി? 41 പേരായിട്ടുണ്ട്. 42 പേരായിട്ടുണ്ട്. ഓക്കെ, നമ്മളപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ? 8ാമത്തെ ചാപ്റ്റർ, മൊഡ്യൂൾ 1-ലെ 8ാമത്തെ ചാപ്റ്റർ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്, വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ് ഇതല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് ഓക്കെ ആണോ? നോക്കിയേ, ക്ലിയർ ആണോ? യെസ്, ഓക്കെ. പേജ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഓക്കെ, നമ്മള് ഫസ്റ്റ് ഫ്രണ്ട് ഓഫീസ് അതിന്റെ വർക്ക് ഫ്ലോ പറഞ്ഞു, പ്രിൻസിപ്പൽ ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് അല്ലെ? അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു നോക്കിയായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ എല്ലാ ദിവസവും എടുക്കുന്നത് അന്ന് തന്നെ ഒരു പ്രാവശ്യം വായിച്ചു വെക്കണം കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് ഇപ്പോ എന്താ പറയാ, ഇനിയിപ്പോ അടുത്ത ബുധനും വെള്ളിയാണ്, പിന്നെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച നമുക്ക് ക്ലാസ് ഉള്ളൂ. അപ്പൊ ആ ഒരു ഗ്യാപ്പ് വായിച്ചു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ആ ഒരു ഗ്യാപ്പ് വരുമ്പോ മറന്നു പോകരുത്, അതുകൊണ്ടാണ് അന്ന് തന്നെ വായിക്കാൻ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു എന്തായാലും ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ? The front office is a department of the hospital which directly make contact with the patient where they first arrive. ആദ്യമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്. ഇനി അടുത്തത് നോക്കിയേ, വാട്ട് ഡസ് ദ ടേം കസ്റ്റമർ മീൻ? നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് ആണ് അല്ലെ കസ്റ്റമർ എന്ന് പറയുന്നത്. കസ്റ്റമർ എന്താണ്? കസ്റ്റമർ എന്ന് പറഞ്ഞ വേർഡ് മീൻ ചെയ്യുന്നത്, a customer is referred to an individual or household that purchase a goods and services generated within the economy. Economy എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഗുഡ്സ്, സാധനങ്ങളായിക്കോട്ടെ, എന്തെങ്കിലും സർവീസ്, സേവനങ്ങളായിക്കോട്ടെ, അത് പർച്ചേസ് ചെയ്യുന്ന ഇൻഡിവിജ്വലിനെയോ വ്യക്തികളെയോ ഓർ ഹൗസ് ഹോൾഡ്. ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് കേട്ടോ, ഒരു കൂട്ടം ആളുകൾ. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഹൗസ് ഹോൾഡ് that purchase goods and services generated within the economy. ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്നും എന്തെങ്കിലും ഗുഡ്സ് ആയിക്കോട്ടെ, സാധനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സേവനങ്ങളായിക്കോട്ടെ, അത് പർച്ചേസ് ചെയ്യുന്ന ഇൻഡിവിജ്വലിനെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവരെയാണ് എന്തെന്ന് പറയുന്നത്? കസ്റ്റമർ എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ നമ്മളൊരു ഷോപ്പ് തുടങ്ങി, അവിടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ? അത് വാങ്ങാൻ വരുന്നവരല്ലേ, പർച്ചേസ് ചെയ്യുന്നവരെയാണ് എന്തെന്ന് പറയുന്നത്? കസ്റ്റമർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. An individual or household that purchase goods and services generated within the economy is called a dash. എന്തെന്ന് പറയാം? കസ്റ്റമർ. The word is historically derived from custom. നോക്കിയേ, ഈ കസ്റ്റമർ എന്ന വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് ഏത് വേർഡിൽ നിന്നാണ്? കസ്റ്റം എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്. CUSTOM അങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. The word customer is historically derived from dash. ഏത് വേർഡിൽ നിന്നാണ്? കസ്റ്റം. അണ്ടർലൈൻ ചെയ്തിടാം, കസ്റ്റം. മീനിങ്, വാട്ട് ഇസ് ദ മീനിങ്? കസ്റ്റം. കസ്റ്റം എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താ? ഹാബിറ്റ് ആണ് കേട്ടോ. HABIT, ഹാബിറ്റ്, ശീലം അല്ലെങ്കിൽ സ്വഭാവം.
ഹാബിറ്റ്, HABIT, ഹാബിറ്റ്. കസ്റ്റം എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണ്? ഹാബിറ്റ് എന്നാണ്. അതും അണ്ടർലൈൻ ചെയ്തിടുക. അത് രണ്ടും എക്സാമിന് ചോദിക്കാറുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്നാമത്തെ കസ്റ്റമർ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് ഏത് വേർഡിൽ നിന്നാ? കസ്റ്റം എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്. വാട്ട്സ് ദ മീനിങ്? കസ്റ്റം, ഹാബിറ്റ്. A customer is someone who frequently consists of a particular shop. കണ്ടോ? ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ someone who frequently consists a particular shop. ഒരു particular ഷോപ്പിൽ നിന്ന് ഫ്രീക്വന്റ് ആയിട്ട് അല്ലെ, നമ്മൾ പതിവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളാണ് ആര്? കസ്റ്റമർ എന്ന് പറയുന്നത്. And make it habit to purchase goods from there. ഇനി എന്താ? അവിടെ നിന്ന്, ആ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരിക്കും. അതല്ലേ കസ്റ്റമർ എന്ന് പറയുന്നത്? ആർക്കെങ്കിലൊക്കെ ഷോപ്പ് ഉണ്ടോ? ഇവിടെ എന്തെങ്കിലുമൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ടോ? അവിടെ നിന്ന് സ്ഥിരമായിട്ടൊക്കെ സാധനങ്ങള് പർച്ചേസ് ചെയ്യുന്നവരെയാണ് നമ്മൾ കസ്റ്റമർ എന്ന് പറയുന്നത്. നമ്മൾ പറയൂലേ അത് നമ്മുടെ കസ്റ്റമർ ആണെന്ന്. അവർക്ക് എന്തുള്ള ഒരു ശീലമുണ്ട്? ആ പർട്ടിക്കുലർ ഷോപ്പിൽ നിന്ന് സാധനങ്ങള് പർച്ചേസ് ചെയ്യുന്ന ഒരു ശീലമുണ്ട് അവർക്ക്. And with whom the shopkeeper had to maintain relationship to keep his or her custom. അപ്പൊ ഷോപ്കീപ്പർ എന്ത് ചെയ്യണം? അവർ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അവരുടെ കസ്റ്റമറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്തിനാ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണേ? നിങ്ങൾ പതിവായിട്ട് പോണ ബ്യൂട്ടി പാർലർ ഉണ്ടാവും. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ അവിടത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരിക്കും. നിങ്ങളുമായിട്ട് നല്ലൊരു ബന്ധമില്ലേ? അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം പോകുന്ന കടയില് അവരുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ലേ? അവര് നമ്മള് കസ്റ്റമർ ആണ്, നമ്മളോട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. എന്തിനു വേണ്ടിയാ അങ്ങനെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണേ? അതൊരു ട്രിക്കാണ്, ബിസിനസ് ട്രിക്കാണ് അല്ലേ? എന്താ? ഇനി നമ്മൾ അവിടെ തന്നെ ചെല്ലണം വീണ്ടും കേട്ടോ. വിച്ച് മീൻസ് എക്സ്പെക്റ്റഡ് പർച്ചേസ് ഇൻ ദ ഫ്യൂച്ചർ. കണ്ടോ? ഭാവിയിലും അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യണം. അത് തന്നെ 5 എവിടെ അതൊരു ട്രിക്കാ അവർക്കടെ അല്ലെ? അല്ലാതെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണോ? അവരുടെ പ്രൊഡക്ട്സ് ഒക്കെ വിറ്റഴിക്കണം, നമ്മൾ ചെന്നാലാണല്ലേ. അപ്പൊ അവിടെ ചെല്ലുന്ന ഓരോ കസ്റ്റമേഴ്സിനോടും എന്ത് ചെയ്യും? ആ ഷോപ്പ് കീപ്പർ നല്ലൊരു ബന്ധം നിലനിർത്തും. എന്തിനു വേണ്ടിയാ? ഭാവിയിൽ നമ്മൾ അവിടെ തന്നെ ചെല്ലണം. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളോട് നല്ല സ്നേഹമായിട്ട് ബിസിനസ് മൈൻഡ് ആണ് അല്ലെ, ജസ്മിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് ചെല്ലുമ്പോഴത്തേക്കും ഇപ്പൊ ആരാണ് നമ്മുടെ അനുശ്രീ ആണെങ്കിൽ അനുശ്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളോടൊക്കെ നല്ലൊരു വർത്താനൊക്കെ പറയുമ്പോ നമുക്ക് ഓൾറെഡി നമ്മുടെ ഒരു മൈൻഡ്, നമുക്കൊരു നല്ലൊരു മൈൻഡ് വരും അല്ലെ? നമുക്ക് അവിടെ വീണ്ടും അവിടെ തന്നെ ചെല്ലണമെന്ന്. നിങ്ങൾ അങ്ങനെ സ്ഥിരം പോകുന്ന ഷോപ്പുകൾ ഉണ്ടാവില്ലേ? ഇല്ലേ? അല്ലാതെ നമ്മൾ ചെല്ലുമ്പോ നമ്മളോട് ഒരു ഇതുമില്ല, വെറുതെ എന്തെങ്കിലും ചോദിച്ചാൽ ആ സാധനം എടുത്തു തന്നു അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോ നമുക്ക് പൈസയൊക്കെയാണ് സ്ഥിരം കസ്റ്റമേഴ്സ് ആണെങ്കിലും അതിന് ഒരു പൈസക്കൊക്കെ ഒരു ചെറിയ കിഴിവും തരാറുണ്ട് അല്ലെ? റിഡക്ഷൻ നമുക്ക് തരും. എന്തെങ്കിലും കുറച്ച് പൈസ ഇച്ചിരി കുറച്ചൊക്കെ തരുവാണെങ്കിൽ അതൊക്കെ അവർക്കൂടെ ഒരു ബിസിനസ് ട്രിക്കാണ്. അപ്പൊ ഈ കസ്റ്റമേഴ്സിനോട് ഈ ഷോപ്പ് കീപ്പർ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്തിനു വേണ്ടിയാ? വിച്ച് മീൻസ് എക്സ്പെക്റ്റഡ് പർച്ചേസ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിലും അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യണം. കണ്ടോ? അപ്പൊ അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ പാരഗ്രാഫില് കസ്റ്റം എന്നുള്ളതും ഹാബിറ്റ് എന്നുള്ളതും അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. Then customer needs may be defined as a goods or service a customer needs to achieve a specific goals. ഇനി എന്താണ് ഒരു കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്? എന്താണ് ഒരു കസ്റ്റമർ നീഡ്സ്? may be defined as the goods എന്ന് പറഞ്ഞ സാധനങ്ങള്, സർവീസ് എന്ന് പറഞ്ഞ സേവനങ്ങള്. goods or service a customer needs to achieve a specific goals. ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്ന രീതിയിലുള്ള ഗുഡ്സിനെയോ സർവീസിനെയാണ് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് എന്താണ്, ഇപ്പൊ എനിക്ക് എന്താ വാങ്ങുന്നേ? ഞാൻ ആ ഷോപ്പിൽ പോയി ഞാനൊരു സാരി മേടിക്കാനാ ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ ആവശ്യം എന്താ? സാരി മേടിക്കണം അല്ലെ? അതാണ് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. എന്റെ ഗോള്, എന്റെ ലക്ഷ്യം എന്താ? ആ ഷോപ്പിൽ പോയി എനിക്കൊരു സാരി മേടിക്കണം. അപ്പൊ ആ ഗോള്, ആ പ്രത്യേക ഗോൾസ് അച്ചീവ് ചെയ്യാൻ, നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്ന എന്താണ് ഗുഡ്സ് സർവീസിനെയാണ് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. കസ്റ്റമറിന്റെ ആവശ്യം
എന്താ ആ ഒരു പ്രത്യേക ഗോള്, ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മള് ഗുഡ്സോ സർവീസോ കസ്റ്റമർ വാങ്ങുന്നതിനെയാണ് അതെന്താണ്, അതാണ് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്, കസ്റ്റമറിന്റെ ആവശ്യം എന്ന് പറയുന്നത്. കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ, ഈ കസ്റ്റമേഴ്സിന്റെ പ്രതീക്ഷകള് എന്തിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും? ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ കൾച്ചറൽ വാല്യൂസ്, സാംസ്കാരിക മൂല്യങ്ങളെ, അഡ്വർടൈസിങ് നമ്മുടെ പരസ്യങ്ങളെ, മാർക്കറ്റിംഗ് ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻ ബോത്ത് വിത്ത് ദ സപ്ലയർ ആൻഡ് അതർ സോഴ്സസ്, സപ്ലയറും മറ്റു സോഴ്സുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, മാർക്കറ്റിംഗ്, അഡ്വർടൈസിംഗ് ആൻഡ് കൾച്ചറൽ വാല്യൂ, ഇതെല്ലാം കസ്റ്റമറിന്റെ പ്രതീക്ഷകളെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. നല്ല അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നമ്മൾ ആ ഒരു ഇത് വാങ്ങാനുള്ളൊരു ഇത് നമ്മുടെ വരില്ലേ. നമ്മുടെ മൂല്യങ്ങളെ, മാർക്കറ്റിംഗ്, മറ്റു കമ്മ്യൂണിക്കേഷൻ, സപ്ലയറും മറ്റു സോഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചവിടെ. ഇനി അടുത്ത് നോക്കിയേ, കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസ് ഓൾസോ നോൺ ആസ്, ഇപ്പോ എടുക്കുന്ന പേജ് നമ്പർ 37 ആണോ നോക്കിയേ നിങ്ങളുടെ ടെക്സ്റ്റില്. ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത് 37 ആണ്. ടെക്സ്റ്റിൽ എടുത്തവര് യെസ്, ഓക്കെ. മൊഡ്യൂൾ 1 8ാമത്തെ ചാപ്റ്റർ കേട്ടോ, പേജ് നമ്പർ 37. അപ്പൊ നമ്മൾ പറഞ്ഞത് കസ്റ്റമർ സർവീസ് ചോദിക്കാറുണ്ട്. കസ്റ്റമർ സർവീസ് ഈസ് ഓൾസോ നോൺ ആസ് എന്താ പറയുന്നത്? ക്ലയന്റ് സർവീസ്. അണ്ടർലൈൻ ചെയ്തിട്ടേ. Customer service is also known as client service. Is the provision of service to customer before, during and after service, after purchase. കണ്ടോ, നമ്മളെ എപ്പോഴാ എന്തിനുള്ള ഒരു വ്യവസ്ഥ ചെയ്ത്? സർവീസ് ടു കസ്റ്റമർ ബിഫോർ, കണ്ടോ, വാങ്ങുന്നതിന് മുമ്പ്, ഡ്യൂറിങ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, ആൻഡ് ആഫ്റ്റർ പർച്ചേസ്, കണ്ടോ, പർച്ചേസിന് ശേഷം. ഇതിനുള്ള ഒരു പ്രൊവിഷൻ ആണ് ഏത്? കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. വാങ്ങുന്നതിന് മുന്നേ, പർച്ചേസ് ചെയ്യുന്ന സമയത്തും, ആഫ്റ്റർ പർച്ചേസ്, പർച്ചേസിന് ശേഷവും അതിനുള്ള ഒരു പ്രൊവിഷൻ ഓഫ് സർവീസ്. ആ ഒരു സർവീസിന്റെ വ്യവസ്ഥയാണ് ഏതെന്ന് പറയുന്നത്? കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. 2 ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്. കസ്റ്റമർ സർവീസ് ഈസ് ഓൾസോ നോൺ ആസ്, അങ്ങനെ ചോദിക്കാം. ഡാഷ് ഈസ് ദ പ്രൊവിഷൻ ഓഫ് സർവീസ്, ആ രീതിയിലും ചോദിക്കാം. ആ ഒരു സെന്റൻസ് ഫുൾ ആയിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട്. അക്കോർഡിംഗ് ടു ടർബൻ ആക്ട് 2002, ടർബൻ ആക്ട് എന്ന് തന്നെയല്ലേ നോക്കിയ ടെക്സ്റ്റില് അല്ലെ? അക്കോർഡിംഗ് ടു ടർബൻ ആക്ട് 2002, 2002 ടർബൻ ആക്ട് അനുസരിച്ച് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് എന്താ? ഈസ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ്. കണ്ടോ, ഒരു സീരീസ്, ഒരു കൂട്ടം ആക്ടിവിറ്റീസ് ആണ്. ഡിസൈൻ ടു ഇംപ്രൂവ് ദ ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമറിന്റെ സംതൃപ്തിയുടെ ലെവല് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആക്ടിവിറ്റീസ് ആണ് ഇത് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. കണ്ടോ, എന്തിനു വേണ്ടിയാ? നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ആ ചെല്ലുന്ന കസ്റ്റമർ സംതൃപ്തരാണെങ്കിലല്ലേ വീണ്ടും നമ്മൾ അങ്ങോട്ട് ചെല്ലുള്ളൂ. ഒരു പ്രാവശ്യം കയറി നമുക്ക് ആ ഷോപ്പും ഇഷ്ടപ്പെട്ടില്ല, അവിടുത്തെ ഉള്ള എന്താ ഓണറിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള സ്റ്റാഫിന്റെ പെരുമാറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ പിന്നെ അങ്ങോട്ട് പോവില്ല അല്ലേ? നമ്മൾ പിന്നെ അങ്ങോട്ട് പോകില്ല, അടുത്ത ഷോപ്പിലേക്കോ. നമ്മൾ പറയാ അവിടെ സുഖമില്ല, അല്ലെങ്കിൽ നമുക്ക് നല്ല ഇതില്ല, അല്ലെങ്കിൽ എന്താ പറയാ സ്റ്റാഫുകള് നല്ല ഇതില്ല, അങ്ങനെ എന്തെങ്കിലൊക്കെ ആയിട്ട് നമ്മൾ പറയും. അപ്പൊ എന്താ അവിടെ? കസ്റ്റമറിന്റെ സംതൃപ്തി, അതിന്റെ ലെവല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആക്ടിവിറ്റീസിനെയാണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ. അക്കോർഡിംഗ് ടു ടർബൻ ആക്ട് അനുസരിച്ച് 2002 ടർബൻ ആക്ട് അനുസരിച്ച് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റമറിന്റെ സംതൃപ്തി, അതിന്റെ ലെവല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആക്ടിവിറ്റീസ് ആണ്. That is the feeling that a product or service has met the customer expectation. ഇനി കസ്റ്റമറിന്റെ സംതൃപ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചത് കാര്യങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റണം.
അല്ലെ? ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ നമ്മളുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് അത് മീറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതാണ് നമ്മൾ കസ്റ്റമറിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഒരു നല്ലൊരു മെറൂൺ കളറ് സൈഡ് ഗോൾഡൻ ഒക്കെ ഉള്ള ഒരു സാരി വേണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഷോപ്പിൽ പോയത്. എന്റെ പ്രതീക്ഷ എന്താ? മെറൂൺ കളറ് ഗോൾഡൻ വർക്കുള്ള സാരിയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെ? അപ്പൊ അത് തന്നെ എനിക്ക് കിട്ടി. ആ ഒരു പ്രൊഡക്റ്റ്, ഞാൻ വാങ്ങുന്ന ആ ഒരു പ്രൊഡക്റ്റ്, ആ സാരി, അത് തന്നെ കിട്ടിയാലല്ലേ ഞാൻ സംതൃപ്തരാവുള്ളൂ. നിങ്ങളും പോകുമ്പോ ഷോപ്പിലൊക്കെ പോകുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ, ഇന്നത് വാങ്ങാം, ഇല്ലേ? ഉണ്ടാവില്ലേ? അല്ലാതെ അവിടെ ചെന്നിട്ടല്ലല്ലോ. ചിലപ്പോ നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചോണ്ടോ ഇന്ന ഡ്രസ്സ് വാങ്ങണം, അല്ലെങ്കിൽ ഇന്ന കളറ് വാങ്ങണം എന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് പോകൂലേ? നിങ്ങളൊന്നും പോകാറില്ലേ? ഉണ്ട്. അയ്യോ സോറി കേട്ടോ, തമ്പേ ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനിന്റെ അടിയിലാണ് തമ്പ് പോകുന്നത്, അതുകൊണ്ട് ഞാൻ കണ്ടില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ പ്രതീക്ഷ കണ്ടോ, നമ്മുടെ എക്സ്പെക്ടേഷൻ, നമ്മുടെ പ്രതീക്ഷ, അത് ആ ഒരു പ്രൊഡക്റ്റോ സർവീസോ മീറ്റ് ചെയ്യുമ്പോൾ മാത്രം, പാലിക്കുമ്പോൾ മാത്രം, അതാണ് നമ്മൾ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ പറയുന്നത്. കസ്റ്റമർ സർവീസ് ക്യാൻ ബി ഗിവൺ ബൈ സെയിൽസ്മാൻ. കസ്റ്റമർ സർവീസ് ഒരു ബിസിനസ്സിലാണെങ്കിൽ കസ്റ്റമർ സർവീസ് ആർക്ക് നൽകാൻ പറ്റും? സെയിൽസ്മാന് നൽകാം. ഓർ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ്. ഇനി ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സിനും കസ്റ്റമർ സർവീസ് നൽകാൻ കഴിയും. അണ്ടർലൈൻ ചെയ്തോട്ടോ. ബിസിനസ്സിലാണെങ്കിൽ സെയിൽസ്മാനും, ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സിനും കസ്റ്റമർ സർവീസ് നൽകാൻ കഴിയും. Although thorough automated internet service also through automated internet service. ഇനി അതുകൂടാതെ കൂടി നൽകാം ഇന്റർനെറ്റ്, അല്ലെ? ഇപ്പൊ നമ്മള് നെറ്റിൽ കൂടിയൊക്കെയാണ് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങണതും ഒക്കെ ഓൺലൈനായിട്ടൊക്കെ. അപ്പൊ നെറ്റും നമുക്കൊരു നല്ലൊരു, ഇന്റർനെറ്റും നമുക്കൊരു നല്ലൊരു കസ്റ്റമർ സർവീസ് തരുന്നുണ്ട്. അവിടെ ചോദിക്കാട്ടോ, കസ്റ്റമർ സർവീസ് ക്യാൻ ബി ഗിവൺ ബൈ സെയിൽസ്മാൻ or hospital executives and internet service. The medical receptionist is often the first person with whom the patient has with the medical facility. പറഞ്ഞ പോയിന്റ് തന്നെയാണ്, എന്നാലും അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആ പേഷ്യൻസ് ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഫസ്റ്റ് പേഴ്സൺ ആണ് ആര്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. അണ്ടർലൈൻ ചെയ്തോ. Dash is often the first person എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഡാഷ് ഇട്ട് തരാം. with whom the patient has with the medical facility. ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ പേഷ്യന്റ് ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന വ്യക്തിയാണ് ആര്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. Giving patients individual attention can go a long way in establishing their positive experience with the facility. അപ്പൊ അതായത് ഓരോ വ്യക്തിത്വത്തിനെയും നമ്മുടെ മുന്നിൽ വരുന്ന റിസപ്ഷനിസ്റ്റ് നോക്കുക, നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ വ്യക്തിയെയും നമ്മൾ വ്യക്തിപരമായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അവരെ വ്യക്തിപരമായിട്ട് പരിഗണിച്ചുകൊണ്ടായിരിക്കണം അതിലൂടെ നമ്മൾ എന്താ പറയാ, ആ ഒരു മൈൻഡ് എല്ലാവരെയും നോക്കണം. എല്ലാവരെ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കണം, എല്ലാവരിലും ഒരു ശ്രദ്ധ കൊടുക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോഴോ നമുക്കൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് സ്ഥാപിക്കാൻ പറ്റും, അല്ലെ? നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ എല്ലാവരെയും ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവാണ് ആ ഒരു ഫെസിലിറ്റി. ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ വരും, അല്ലെ? കുറച്ചുപേരെ നോക്കി കുറച്ചുപേരെ ശ്രദ്ധിക്കാതിരുന്നാൽ നമുക്കൊരു നെഗറ്റീവ് ആയിരിക്കും നമ്മുടെ മൈൻഡിൽ വരുന്നത്. അപ്പോ ഒരു ഇൻഡിവിജ്വൽ പേഷ്യൻസിന് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തിട്ട് ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആ ഫെസിലിറ്റിനെ കുറിച്ച്, ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് സ്ഥാപിക്കാൻ കഴിയും. ക്ലിയർ ആണോ? കസ്റ്റമർ സർവീസ് പാരഗ്രാഫ് ഓക്കെ ആണോ? യെസ്. ഇന്ന് തന്നെ വായിച്ചു വെക്കണം കേട്ടോ. ഇന്ന് തന്നെ എല്ലാവരും വായിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? എന്റെ സൗണ്ട് ചെറുതായിട്ട് തൊണ്ടയൊന്നും അടങ്ങിയിരിക്കണ്ട കേട്ടോ. 2 ദിവസം ഒരു ഇച്ചിരി യാത്രയിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോ ചെറിയ തൊണ്ട ഇന്നിട്ട് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാനൊന്നും അധികം സൗണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ ക്ലാസ്സിൽ കയറിയപ്പോ കുട്ടികളൊക്കെ ചോദിച്ചു എന്ത് വിസിറ്റേഴ്സ് തൊണ്ടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയില്ലേ എന്നൊക്കെ. ബുദ്ധിമുട്ടുണ്ടോ? ക്ലിയർ ആവായികയുണ്ടോ? ഞാൻ മാക്സിമം എന്റെ ഒരു ഇത് പറയണ്ട. നോ പ്രോബ്ലം. ഓക്കെ. ചെറുതായിട്ട് അടഞ്ഞിരിക്കണ്ടേ. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാണ്. കുഴപ്പമില്ല.
അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? അപ്പൊ നമ്മുടെ ഫ്രണ്ടില് ഇപ്പൊ നിങ്ങളൊരു റിസപ്ഷൻ, അനുവിനൊരു റിസപ്ഷനിസ്റ്റ് ആയിട്ട് കിട്ടി, അനുശ്രീക്ക് കിട്ടി, മാണുവിന് കിട്ടി. അപ്പൊ ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോ എന്ത് ചെയ്യണം? നമ്മള് എല്ലാവരെയും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കണം. അങ്ങനെ നമുക്ക് എന്താണ് ആ ഫെസിലിറ്റിയെ കുറിച്ച്, ആ പേഷ്യൻസിന് ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് നമുക്ക് ആ ഒരു ശ്രദ്ധ കൊടുത്തിട്ട് എന്താ സ്ഥാപിക്കാൻ പറ്റും. ഇനി വാട്ട് ഈസ് CRM? CRM stands for Customer Relationship Management. നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആദ്യത്തെ ഇതിനകത്ത് പറഞ്ഞതാണ് എക്സ്പാൻഡഡ് ഫോം കേട്ടോ. ഒന്നോ രണ്ടോ മൂന്നെണ്ണോ ഒക്കെ ചോദിക്കാം എക്സ്പാൻഡഡ് ഫോം. ഓരോന്നും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. എക്സ്പാൻഡ് CRM, റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് CRM. അല്ലെങ്കിൽ CRM stands for എന്താ? CRM എന്ന് പറഞ്ഞാൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അണ്ടർലൈൻ ചെയ്തിട്ടേ. WHO പഠിച്ചില്ലേ ഫസ്റ്റ് ചാപ്റ്ററില്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അതുപോലെ ഓരോന്നും നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ എക്സ്പാൻഡഡ് ഫോമും കൂടി അതിന്റെ ഒപ്പം തന്നെ പഠിച്ചോ. അവസാനം പഠിക്കാൻ നിൽക്കണ്ട. ഓരോന്ന് പഠിക്കുമ്പോൾ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഉണ്ടാകും. അപ്പൊ അത് എക്സാമിന് എന്തായാലും ചോദിക്കും കേട്ടോ. എക്സ്പാൻഡഡ് ഫോം ഏതിന്ന് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഉറപ്പാണ് നമുക്കത്. Customer Relationship Management. CRM stands for Customer Relationship Management. As the name indicates, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ എന്താ? CRM software is a system for managing relationship with the customers. കസ്റ്റമറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ് ഇത് CRM എന്ന് പറയുന്നത്. നമ്മളിപ്പോ പണ്ടത്തെ പോലെയല്ല, എല്ലാവരും നമുക്ക് സിസ്റ്റത്തിലാണ്, കമ്പ്യൂട്ടറിലല്ലേ നമ്മൾ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങൾ എടുക്കുന്നത്, നമ്മുടെ ഓരോ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നത് ഒക്കെ നമ്മൾ ഇതാണ്. അപ്പൊ അത് നമ്മൾ ഫ്രണ്ട് ഓഫീസില് സിസ്റ്റത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഓരോന്നിനും സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ കസ്റ്റമറുമായിട്ട് റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് CRM സോഫ്റ്റ്വെയർ. അണ്ടർലൈൻ ചെയ്തിട്ടോ. CRM സോഫ്റ്റ്വെയർ ഈസ് എ സിസ്റ്റം ഫോർ മാനേജിങ് റിലേഷൻഷിപ്പ് വിത്ത് customers. ഡാഷ് സോഫ്റ്റ്വെയർ എന്ന് ചോദിക്കാം അവിടെ കേട്ടോ. ഇനി വാട്ട് ഈസ് ഹെൽത്ത് കെയർ CRM? ഈ ഹെൽത്ത് കെയർ CRM എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ക്യാൻ ബി മാനേജ് എ കംപ്ലീറ്റ് ഡേറ്റാബേസ്. മൊത്തത്തില് ആർക്കടെ? പേഷ്യൻസിന്റെ എല്ലാ ഡേറ്റാസും ശേഖരിക്കുകയാണ്. ദാറ്റ് ആർ റെക്കോർഡഡ്. എന്നിട്ട് അത് എന്ത് ചെയ്യും? ആ സിസ്റ്റത്തില് CRM സോഫ്റ്റ്വെയറിൽ അവരത് സെക്യൂർ ആയിട്ട് സുരക്ഷിതമായിട്ട് തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കും. ആൻഡ് cannot be accessed by the third parties. അത് മൂന്നാമതൊരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ചെന്ന് കഴിഞ്ഞാൽ ID എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പേര്, അഡ്രസ്, ഏജ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഫ്രണ്ട് ഓഫീസിൽ കൊടുക്കൂലേ? എന്നിട്ടല്ലേ നമ്മൾ അവിടെ നമുക്ക് ആ ID കാർഡ് തരുന്നത്, ഹോസ്പിറ്റലിന്റെ ID തരുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആ ഡീറ്റെയിൽസ്, ഡേറ്റാബേസ്, അത് പേഷ്യൻസിന്റെ ആ ഡേറ്റാബേസ്, പേഷ്യൻസ് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് അവിടെ CRM സോഫ്റ്റ്വെയറിൽ എങ്ങനെയാ? സെക്യൂർ ആണ് കേട്ടോ. സുരക്ഷിതമായിട്ട് അവർ റെക്കോർഡ് ചെയ്ത് വെക്കും. അത് തേർഡ് പാർട്ടി വേറൊരാൾക്ക് അക്സസ് ചെയ്യാൻ പറ്റില്ല. അത്രയും സുരക്ഷിതമായിട്ട് തന്നെ നമ്മുടെ ഡേറ്റാബേസ് എന്ത് ചെയ്യും? ആ CRM സോഫ്റ്റ്വെയറിൽ അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും. The CRM medical software can easily provide the information required to the patients through text, phone calls or emails from anywhere at any time. ഈ CRM എന്ന് പറഞ്ഞ മെഡിക്കൽ സോഫ്റ്റ്വെയർ ഈസി ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് പേഷ്യൻസിന് കൊടുക്കുന്നു. അത് നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് നമുക്ക്, അതായത് ലെറ്റർ, ഇത് എന്താ പറയാ, ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ലെറ്റേഴ്സിലൂടെ റിട്ടേൺ ആയിട്ട് അല്ലെങ്കിൽ പ്രിന്റ് ചെയ്തിട്ട് ഫോൺ കോളിലൂടെ കൊടുക്കാം. ഓർ ഇമെയിൽ ആയിട്ട് കൊടുക്കും. എനിവെയർ അറ്റ് എനി ടൈം, ഏത് സമയത്ത് വേണമെങ്കിലും, ഏത് സമയത്തും എവിടെയാണെങ്കിലും പേഷ്യൻസിന് എന്താ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ ഒന്നില്ലെങ്കിൽ മെയിൽ ചെയ്ത്, അല്ലെങ്കിൽ ഫോൺ കോൾസിലൂടെ, അല്ലെങ്കിൽ പ്രിന്റഡ് ഫോമിൽ കൊടുക്കും. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് നെക്സ്റ്റ് ഇപ്പൊ വാക്സിൻ ഒക്കെ നമ്മളൊന്ന് ബുക്ക് ചെയ്തിട്ടൊക്കെ വരികയാണെങ്കിൽ ആ വാക്സിനേഷന്റെ മുന്നേ നമ്മുടെ ഫോണിലേക്കൊക്കെ മെസ്സേജ് വരൂലേ? അല്ലേ? മെസ്സേജ് വരൂലേ? നമുക്കുള്ള ഇൻഫർമേഷൻസ് ഈ സിസ്റ്റത്തിൽ നിന്ന് ഇങ്ങനെ തന്നോണ്ടിരിക്കും അല്ലെ? നമ്മൾ മെയിലായിട്ട് വരാം, അല്ലെങ്കിൽ ഫോണിലൂടെ
നമ്മൾ അറിയിക്കും. ഇന്ന ദിവസമാണ് അപ്പോയിന്റ്മെന്റ്, നിങ്ങൾ ഇത്ര സമയത്തേക്ക് എത്തണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഫോളോ അപ്പ് സ്റ്റഡീസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ സിസ്റ്റത്തിൽ അവിടെ സെക്യൂർ ആയിട്ട് സിസ്റ്റത്തിൽ അവര് ഇതായി ചെയ്യും. അപ്പൊ കറക്റ്റ് സമയത്ത് പേഷ്യൻസിന് ഇൻഫർമേഷൻസ് ഒന്നില്ലെങ്കിൽ റിട്ടേൺ ആയിട്ട്, അതാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്, റിട്ടേൺ അല്ലെങ്കിൽ പ്രിന്റഡ് ഫോമില് അല്ലെങ്കിൽ ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഇമെയിലിലൂടെ ഏത് സമയത്തും എവിടേക്കും ഇൻഫർമേഷൻസ് തരും. ഏതിലൂടെ? ഈ CRM മെഡിക്കൽ സോഫ്റ്റ്വെയറിലൂടെ. Furthermore, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ആ ഹെൽത്ത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്നുള്ളതും അണ്ടർലൈൻ ചെയ്തിട്ടോ. അവിടെ വേണമെങ്കിൽ നമുക്ക് ഡാഷ് ഇട്ട് ചോദിക്കാം. ഡാഷ് ക്യാൻ മാനേജ് എ കംപ്ലീറ്റ് ഡേറ്റാബേസ് അങ്ങനെ ചോദിക്കാം. പിന്നെ CRM മെഡിക്കൽ സോഫ്റ്റ്വെയർ അതും കൂടി നോക്കാം കേട്ടോ. ഡാഷ് സോഫ്റ്റ്വെയർ ക്യാൻ ഈസിലി പ്രൊവൈഡ്, അങ്ങനെ ആ രീതിയിൽ നോക്കാം. Furthermore, this information can also be used by hospital to keep them informed of personalized care as a type of marketing measures. കണ്ടോ, അവർക്കൊരു ഒരു മാർക്കറ്റിംഗ് മെഷർ ആയിട്ട്, മാർക്കറ്റിംഗ് അളവുകളായിട്ട് നമുക്ക് പേഴ്സണലൈസ്ഡ് ഇൻഫർമേഷൻസും ഈ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് തരും. അതിലുപരിയായിട്ട് ഓരോ വ്യക്തിപരമായിട്ടും ഈ ഇൻഫർമേഷൻ ഹോസ്പിറ്റലിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് മാർക്കറ്റിംഗ് മെഷേഴ്സ് ആയിട്ട്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് മെഷേഴ്സ് ആയിട്ട് നമുക്ക് പേഷ്യൻസിന് മറ്റു സമയത്ത് വിവരങ്ങള്, നമുക്ക് അതുപോലെ തന്നെ കെയറിനെ കുറിച്ച് പറയാനായിട്ട് ഇൻഫർമേഷൻ കിട്ടാനും ഒക്കെ ഈ CRM മെഡിക്കൽ സോഫ്റ്റ്വെയർ സഹായിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു നമുക്ക് അതിന്റെ റിസൾട്ടിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യണ്ട അല്ലെ. നമ്മുടെ ബില്ലടച്ച് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നോളും, റിസൾട്ട് കിട്ടൂലേ. പിന്നെ രണ്ടാമത് നമ്മൾ പോകേണ്ട ആവശ്യം വന്നില്ല. അത് അവരുടെയൊക്കെ ഒരു മാർക്കറ്റിംഗ് മെഷർ ആയിട്ടാണ്. ഒരു പേഴ്സണലൈസ്ഡ് ഇൻഫർമേഷനും വ്യക്തിഗത പരിചരണത്തെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കീപ്പ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽസിൽ ഈ CRM സോഫ്റ്റ്വെയറിലൂടെ ലഭിക്കുന്ന ഇൻഫർമേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഇൻഫർമേഷൻസ് ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്നുണ്ട്. Then CRM in healthcare not only stores patient contact information. ഇനി നോക്കിയേ, പേഷ്യൻസിന്റെ കോണ്ടാക്ട് ഇൻഫർമേഷൻ മാത്രമല്ല ഈ CRM സോഫ്റ്റ്വെയർ സൂക്ഷിക്കുന്നത്. But it gives a comprehensive എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാ, സമഗ്രമായ comprehensive overview of their medical history. ഉണ്ടോ, അവന്റെ മെഡിക്കൽ ഹിസ്റ്ററിനെ കുറിച്ച്, അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, പ്രിസ്ക്രിപ്ഷൻസ്, ഡോക്ടർ എന്തൊക്കെ മരുന്നുകളാണ് പ്രിസ്ക്രൈബ് ചെയ്തത്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു അവലോകനം, ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ അവലോകനം ഈ CRM സോഫ്റ്റ്വെയർ തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കോണ്ടാക്ട് ഇൻഫർമേഷൻ, അതായത് പേര്, അഡ്രസ്, ഏജ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല CRM സോഫ്റ്റ്വെയർ നമുക്ക് തരുന്നത്. പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും, അപ്പോയിന്റ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ തന്നെ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻസ്, ഇതെല്ലാ ഡീറ്റെയിൽസും എവിടെ ഉണ്ടാകും? ഈ CRM സോഫ്റ്റ്വെയറിൽ സൂക്ഷിച്ചിട്ടുണ്ടാകും, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. CRM in healthcare not only store patient contact information മാത്രമല്ല, പിന്നെ എന്തൊക്കെ കൂടിയാണ് CRM സ്റ്റോർ ചെയ്യുന്നത്? മെഡിക്കൽ ഹിസ്റ്ററി, അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് പ്രിസ്ക്രിപ്ഷൻസ്. ഇതിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂവും നമുക്ക് കിട്ടും. As well in short, ഇനി നമ്മുടെ ഷോർട്ട് ചുരുക്കി പറയുകയാണെങ്കിൽ, the availability of medical CRM help the healthcare industry to offer instant services. കണ്ടോ, നമുക്ക് എന്താ ഓഫർ ചെയ്യുന്നത്? ഇൻസ്റ്റന്റ്, ഉടനടി തന്നെ അല്ലേ. പിന്നെ ആട്ടെ നാളെ ആട്ടെ എന്നില്ല, കറക്റ്റ് ആയിട്ട് ഓൺലൈനായിട്ട് അപ്പൊ തന്നെ നമുക്ക് നല്ല സർവീസ് കിട്ടുന്നുണ്ട് അല്ലെ. ഓഫർ ഇൻസ്റ്റന്റ് സർവീസസ്, അതിനുള്ള സൊല്യൂഷൻസ് ആൻഡ് ഇംപ്രൂവ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. എന്താ, ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും ഈ CRM സോഫ്റ്റ്വെയറിന്റെ ലഭ്യതയിലൂടെ നമുക്ക് പറ്റും.
അപ്പൊ അത്രയും ഗുണങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് ഈ CRM സോഫ്റ്റ്വെയർ അതിന്റെ അവൈലബിലിറ്റി ഇതിലൂടെ നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങൾ കിട്ടും? നമുക്ക് ഇൻസ്റ്റന്റ് സർവീസ് ഓഫർ ചെയ്യുന്നുണ്ട്, വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസ്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കംപ്ലൈന്റ്സ് പറഞ്ഞാലൊക്കെ അതിനുള്ള സൊല്യൂഷൻ അപ്പൊ തന്നെ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും ഈ CRM സോഫ്റ്റ്വെയറിന്റെ ലഭ്യതയിലൂടെ കഴിയും, നമുക്ക് കിട്ടും. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ കൂടി CRM സോഫ്റ്റ്വെയറിലൂടെ കിട്ടും. ക്ലിയർ ആയോ നോക്കിയേ? ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും ഈ CRM സോഫ്റ്റ്വെയർ ആ ലഭ്യതയിലൂടെ പറ്റും. ആ ഈ സോഫ്റ്റ്വെയർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ പറഞ്ഞു പേഷ്യൻസിന്റെ കോണ്ടാക്ട് ഇൻഫർമേഷൻ ഉണ്ട്, മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ട്, അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, പിന്നെ ഡോക്ടർ എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ട്, പിന്നെ അതുകൂടാതെ ഇൻസ്റ്റന്റ് സർവീസ് ഓഫർ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും കംപ്ലൈന്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസ് ഓഫർ ചെയ്യുന്നുണ്ട്, പിന്നെ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും ഈ CRM സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് കഴിയും. ക്ലിയർ ആയോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ ആ ഒരു പാരഗ്രാഫ്? ഇന്ന് തന്നെ വായിച്ചു വെക്കണം കേട്ടോ. ക്ലാസ്സിൽ തന്നെ ഓൾമോസ്റ്റ് അതെല്ലാ കുട്ടികളും പറയാറുണ്ട്, ക്ലാസ് കഴിയുമ്പോ എന്താ ക്ലാസ്സിൽ തന്നെ നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം. അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഒന്നും കൂടി വായിച്ചാൽ പിന്നെ നോ ടെൻഷൻ, എക്സാം നല്ല കൂളായിട്ട് എഴുതാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഹോസ്പിറ്റലില് CRM സോഫ്റ്റ്വെയർ ഉള്ളത് കൊണ്ട് നമുക്ക് പറ്റും. നമുക്ക് അങ്ങനെയൊക്കെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് പ്രകടനം ഇംപ്രൂവ് ചെയ്യാനും പറ്റും. നമുക്ക് തന്നെ തോന്നും അല്ലെ, അടിപൊളി അല്ലെ, നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ആക്കുമ്പോഴൊക്കെ ഓരോ കാര്യങ്ങളും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാല് അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ തന്നെ നമ്മൾ നേരം എടുക്കുമ്പോ തന്നെ പോയി ഹോസ്പിറ്റലിൽ അവിടെ പോയി ക്യൂ നിന്നിട്ട് വേണം അപ്പോയിന്റ്മെന്റ് എടുക്കാൻ. ഇപ്പൊ ഈ CRM സോഫ്റ്റ്വെയർ വന്നുകൊണ്ട് എപ്പോ വേണമെങ്കിലും നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തൂടെ? നമ്മുടെ സൗകര്യം അനുസരിച്ച് എപ്പോ വേണമെങ്കിലും ഓൺലൈനായിട്ട് 24 hours ഉണ്ട് ഫ്രണ്ട് ഓഫീസ്. നമുക്കപ്പോ അവിടെ എപ്പോ വേണമെങ്കിലും അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും പറ്റും. ഇനി അടുത്തത് അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. CRM സോഫ്റ്റ്വെയറിന്റെ അഡ്വാൻറ്റേജ്. ഇതിനകത്ത് നമുക്ക് 8 പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സ്, ഇങ്ങനെ വരുന്ന പോയിന്റ്സ് നിങ്ങൾ അത് ചെയ്യണ്ട. എക്സാമിന് അങ്ങനെ എഴുതാനില്ലല്ലോ, അഡ്വാൻറ്റേജ് ആയിട്ട് എഴുതാനില്ല. അപ്പൊ അതിനകത്ത് അഡ്വാൻറ്റേജ് CRM സോഫ്റ്റ്വെയറിന്റെ അഡ്വാൻറ്റേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് അത് ഏതിന്റെ അഡ്വാൻറ്റേജ് ആണോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. അല്ലാതെ ഫുൾ പോയിന്റ്സ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണ്ട കേട്ടോ. അപ്പൊ അതിനകത്ത് ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിൽ CRMന്റെ അഡ്വാൻറ്റേജിൽ വന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. ഒന്നാമത്തെ നോക്കിയേ, അഡ്വാൻറ്റേജ് നോക്കിയേ, comprehensive patient management software can do all the tasks in relation with the managing appointments. ഒന്നാമത്തെ പോയിന്റ്സ് എന്താ പറഞ്ഞേക്കണേ? ഈ CRM സോഫ്റ്റ്വെയർ വന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജുകളായിട്ട് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ എന്താ? അപ്പോയിന്റ്മെന്റ്. അതാ മാനേജിങ് അപ്പോയിന്റ്മെന്റ്സ്. അത് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. മാനേജിങ് അപ്പോയിന്റ്മെന്റ്സ്, അപ്പോയിന്റ്മെന്റ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും നമുക്ക് ഈ CRM സോഫ്റ്റ്വെയറിലൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. അപ്പോയിന്റ്മെന്റിന്റെ കാര്യം നോ ടെൻഷൻ അല്ലെ, നമ്മൾ വിഷമിക്കണ്ട. അപ്പോയിന്റ്മെന്റിന്റെ കാര്യം ആര് നോക്കിക്കോളും? CRM സോഫ്റ്റ്വെയർ നോക്കിക്കോളും. ഇതാണ് ഒന്നാമത്തേല് മാനേജിങ് അപ്പോയിന്റ്മെന്റ്സ് എന്ന് മാത്രം അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. കോംപ്രിഹെൻസീവ് എന്ന് വെച്ചാൽ എന്താ? സമഗ്രമായ ഒരു പേഷ്യന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ, CRM സോഫ്റ്റ്വെയർ ക്യാൻ ഡു ഓൾ ദ ടാസ്ക്. എല്ലാ ടാസ്കും ഏതുമായിട്ട് ബന്ധപ്പെട്ട് റിലേഷൻ വിത്ത് മാനേജിങ് അപ്പോയിന്റ്മെന്റ്സ്. കിട്ടിയില്ലേ ഒന്നാമത്തെ പോയിന്റ്? അപ്പോയിന്റ്മെന്റ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ CRM സോഫ്റ്റ്വെയറിലൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ നോക്കിയേ, മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ. ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള കൊളാബറേഷൻ, സഹകരണം. അത് അണ്ടർലൈൻ ചെയ്തേ.
മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ. നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒന്നും അല്ല അല്ലെ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഹോസ്പിറ്റലില്, പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റും തമ്മിൽ നല്ലൊരു കൊളാബറേഷൻ വേണ്ടേ? ഇപ്പൊ നമ്മളാണെങ്കിലും അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ ഫ്രണ്ട് ഓഫീസിലേക്ക് ആയിരിക്കും വിളിക്കുന്നത്. ഫ്രണ്ട് ഓഫീസിൽ വിളിച്ച് ചിലപ്പോ നമുക്ക് ഒഫ്താൽമോളജി കണ്ണിന്റെ സെക്ഷനിലാണ് കാണുന്നതെങ്കിൽ അവരപ്പൊ തന്നെ വെയിറ്റ് ചെയ്യാൻ പറയൂലേ, അങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാൻ. അപ്പൊ ഈ ഫ്രണ്ട് ഓഫീസും ഒഫ്താൽമോളജിയും തമ്മിലൊരു കണക്ഷൻ വേണ്ടേ? അതുപോലെ ഇപ്പൊ കാർഡിയോളജിയിലേക്കാണെങ്കിൽ വേറെ, അപ്പൊ ആ കാർഡിയോളജിയിലാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്കായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ നല്ലൊരു സഹകരണം വേണം. അത് ഈസി ആയിട്ട് ഏതിലൂടെ പറ്റും? CRM സോഫ്റ്റ്വെയറിലൂടെ പറ്റും. ഓക്കെ, a hospital or private practice has many departments that must work in agreement. അവരെന്താ ഒരു എഗ്രിമെന്റ് കരാറിലാ പ്രവർത്തിക്കുന്നത് to provide the best patient experience. ഇതൊക്കെ എന്തിനു വേണ്ടിയാ അവർ നല്ലൊരു എഗ്രിമെന്റ് ഒരു കരാറിൽ സംബന്ധിച്ച് പ്രവർത്തിക്കുന്ന? എന്താ? പേഷ്യൻസിന് നല്ല എക്സ്പീരിയൻസ് കിട്ടാൻ, ആ ഹോസ്പിറ്റലിൽ നിന്ന് നല്ലൊരു കെയർ, ക്വാളിറ്റി കെയർ കിട്ടാനായിട്ട്, പേഷ്യൻസിന്റെ അനുഭവം മെച്ചപ്പെടുത്താനായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ എന്താണ് ഒരുമിച്ച് വർക്ക് ചെയ്ത് ഒരു എഗ്രിമെന്റ് പോലെ നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. രണ്ടാമത്തേല് മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷനിലുള്ളത് അണ്ടർലൈൻ ചെയ്യും. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, CRM system can also collect and organize reports that will beneficial is a healthcare organization. ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ബെനിഫിഷ്യൽ ആകുന്ന, ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കാന്നാട്ടോ, സംഘടിപ്പിക്കുക. ഈ CRM സോഫ്റ്റ്വെയർ കളക്ട് ചെയ്യാന്ന് വെച്ചാൽ ശേഖരിക്കുന്നു, സംഘടിപ്പിക്കുന്നു. എല്ലാ റിപ്പോർട്ടും ആർക്ക്? ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് ബെനിഫിറ്റ് ആകുന്ന, ബെനിഫിഷ്യൽ ആകുന്ന എല്ലാ റിപ്പോർട്ടുകളും ശേഖരിക്കുകയും കളക്ട് ചെയ്യുകയും ചെയ്യും. ആര്? CRM സിസ്റ്റം. എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ടാവും. അവിടെ നിന്ന് ഓരോ സെക്ഷനിലേക്ക് കൊടുത്താൽ മതി നമുക്ക്. ഫ്രണ്ട് ഓഫീസിൽ നിന്ന് തന്നെ അപ്പൊ ഏതെങ്കിലും, അല്ലാതെ നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ ചെന്ന് നമ്മുടെ ഇൻഫർമേഷൻസ് കൊടുത്തു, നമ്മൾ ID എടുത്തു, പിന്നെ അടുത്ത സെക്ഷനിൽ പോകുമ്പോ വീണ്ടും അവിടെ പേര്, അഡ്രസ് അങ്ങനെയൊക്കെ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമുണ്ടോ? വേണോ? ആ നമ്പർ മാത്രം മതിയില്ലേ? ജസ്റ്റ് ആ നമ്പർ കാണിച്ചു കൊടുക്കാം, ഡീറ്റെയിൽസ് ഓൾറെഡി അവിടെ വന്നോളും. അപ്പൊ ഒരിടത്ത് നമ്മൾ ചെയ്താൽ മതി. അത് ഫ്രണ്ട് ഓഫീസിൽ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ മാത്രം ആ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അപ്പൊ അതാണ് മറ്റ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിനും ബെനിഫിഷ്യൽ ആകുന്ന എല്ലാ റിപ്പോർട്ടുകളും ഓർഗനൈസ് ചെയ്യുകയും കളക്ട് ചെയ്യുകയും ചെയ്യും CRM സിസ്റ്റം. അണ്ടർലൈൻ ചെയ്തോണ്ട് ആ സെന്റൻസ്. These reports can regarding, ഇനി ഈ റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടതാ? പേഷ്യന്റിന്റെ റിക്വസ്റ്റ് ഓർ കംപ്ലൈൻസ്, പേഷ്യൻസിന്റെ എന്തെങ്കിലും റിക്വസ്റ്റുകളാകാം, എന്തെങ്കിലും പരാതികൾ ആയി ബന്ധപ്പെട്ടതാകാം, റെഫറൻസ് ഫയലുകളായിട്ട് ബന്ധപ്പെട്ടതാകാം, ഓർ ഇന്റേണൽ ഇഷ്യൂസ് ആകാം, ലൈക്ക് മെഡിക്കൽ എക്യുപ്മെന്റ് മാൽ ഫങ്ഷനിങ്, എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുന്നത്, മെഡിക്കൽ എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇന്റേണൽ ഇഷ്യൂസും ആകാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും കളക്ട് ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ചെയ്യും. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് വരെയും അണ്ടർലൈൻ ചെയ്തിട്ടാ മതി കേട്ടോ. ഓർഗനൈസേഷൻ വരെ അണ്ടർലൈൻ ചെയ്തില്ല. ഇനി അടുത്ത് നോക്കിയ നാലാമത്തെ പോയിന്റ്, സേവ് ടൈം ആൻഡ് റിസോഴ്സ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ടൈമും റിസോഴ്സും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് കുറച്ച് സമയം പോരെ, പെട്ടെന്ന് ചെയ്യാൻ പറ്റൂലേ? ഒരുപാട് സമയമൊന്നും എടുക്കണ്ട. മറ്റേ 10 സ്റ്റാഫ് നിന്ന് ചെയ്യുന്ന ജോലി ഒറ്റയടിക്ക് അല്ലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് സമയവും റിസോഴ്സും ലാഭിക്കാൻ പറ്റും. അണ്ടർലൈൻ ചെയ്തിട്ടേ നാലാമത്തെ പോയിന്റില്, സേവ് ടൈം ആൻഡ് റിസോഴ്സ്. Each doctor and nurse at your hospital or private practice can automate their calendar with the CRM software. പിന്നെ ഡോക്ടറും നഴ്സുമാരൊക്കെ CRM സോഫ്റ്റ്വെയറിലൂടെ അവരുടെ കലണ്ടർ ഓട്ടോമാറ്റ് ചെയ്യുന്ന CRM സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലൂടെ. അതായത് പുറത്ത് നിന്ന് ഡോക്ടർ ഉണ്ടാകും, 8 സമയം മുതൽ കൺസൾട്ടേഷന് ഡോക്ടർ ഉണ്ടാകും, പിന്നെ അതുപോലെ റൗണ്ട്സിന് ഡോക്ടർ പോകുന്ന എപ്പോഴാണ്, സർജറി എന്നാണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അപ്പൊ ഡോക്ടറിനാണെങ്കിലും ഡോക്ടറുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. നമ്മുടെ ഫോണിൽ കലണ്ടർ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കൂലേ? കലണ്ടറിൽ ഓരോ ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആദ്യമൊക്കെ അല്ലേ ചെയ്ത
ചെയ്തു വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഡോക്ടറിന് ഇപ്പൊ സർജറിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറിന്റെ ആ ഷെഡ്യൂള് ഈ അനുസരിച്ച് അവരുടെ കലണ്ടർ ഓട്ടോമാറ്റ് ചെയ്യാൻ പറ്റുന്നു. അത് അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, ആ സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ പിന്നെ മറന്നു പോവില്ല. നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇന്ന ഡേറ്റിൽ ഇന്ന കാര്യം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ന ഡേറ്റിൽ ഇന്ന കാര്യങ്ങള്, ഇന്ന ഡേറ്റിൽ ഈ സർജറി, അങ്ങനെയുള്ളതൊക്കെ ഡോക്ടറിനും നേഴ്സുമാർക്കും അവരുടെ കലണ്ടർ ഓട്ടോമാറ്റ് ചെയ്യാൻ CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. അങ്ങനെ നമുക്ക് സമയവും റിസോഴ്സും ഒക്കെ നമുക്ക് ലാഭിക്കാനും പറ്റും. പിന്നെ തപ്പി നടന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല അല്ലെ. പെട്ടെന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒറ്റ ക്ലിക്കിൽ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഓർമ്മപ്പെടുത്താനും അത് ചെയ്യാനും ഒക്കെ പറ്റും. ഇനി അടുത്ത അഞ്ചാമത് നോക്കിയാൽ റെഡ്യൂസ് ഇറേഴ്സ് ഇൻ മെഡിക്കൽ ബിൽ. മെഡിക്കൽ ബില്ലിൽ ഉണ്ടാകുന്ന പിശകുകൾ കുറയ്ക്കാൻ പറ്റും. നമ്മൾ കണക്കുകൂട്ടിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ബില്ലിലൊക്കെ എന്തെങ്കിലും ഇറവ് സംഭവിക്കാം അല്ലെ. മനുഷ്യന്മാർക്കുടെ കാര്യമാണ്, പറയാൻ പറ്റൂല. ചിലപ്പോ എങ്ങാനൊക്കെ കൂട്ടുകയൊക്കെ കഴിയുമ്പോൾ നമുക്ക് തെറ്റുപറ്റാം. മെഡിക്കൽ ബില്ലിൽ ചിലപ്പോ ഏതെങ്കിലും വിട്ടുപോക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആഡ് ചെയ്യാതിരിക്കോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ സംഭവിക്കാം. അപ്പൊ അങ്ങനെ മെഡിക്കൽ ബില്ലിലുണ്ടാകുന്ന ഇററുകൾ കുറയ്ക്കാൻ പറ്റും. ഇത് കമ്പ്യൂട്ടറിലല്ലേ ചെയ്യുന്നേ, CRM സോഫ്റ്റ്വെയറിലാണ്. അപ്പൊ പിന്നെ ഈസി ആയിട്ട് ഓരോ ദിവസത്തെ കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യും. അപ്പൊ ബില്ലിലൊന്നും ഒരിക്കലും പിശകൊന്നും വരില്ല. അപ്പൊ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. മെഡിക്കൽ ബില്ലിലുണ്ടാകുന്ന പിശകുകൾ റിഡ്യൂസ് ചെയ്യാൻ കുറയ്ക്കാൻ പറ്റും. അടുത്ത നോക്കിയാൽ ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇമെയിൽ ഓട്ടോമേഷൻ or SMS. Make sure that timely response are sent to patient inbox after they take the action in some way. അത് പറഞ്ഞില്ലേ, അതായത് നമുക്ക് ഉടനടി നമുക്ക് റെസ്പോണ്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ അതാണ് ഇപ്പൊ വാക്സിന്റെ ഡേറ്റ് മറ്റന്നാളാണ്, ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എന്താ ഒരു മെസ്സേജ് SMS വിടുക, നിങ്ങളുടെ ഇതിന്റെ ഷെഡ്യൂൾഡ് സമയം ഇന്ന ടൈം മുതൽ ഇന്ന സമയം വരെയാണ്, ഇന്ന ടൈമിൽ എത്തുക. നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തുക ചെയ്യുന്നത് പേഷ്യൻസിന്റെ ഇൻബോക്സിലേക്ക്. അതായത് സമയബന്ധിതമായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. നമ്മള് പിന്നെ അതുപോലെ തന്നെ പേഷ്യൻസ് ആണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ആവശ്യപ്പെട്ട് തന്നെ കഴിഞ്ഞാൽ തന്നെ ഉടനടി റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് സിസ്റ്റത്തിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റൂലേ. അല്ലെങ്കിൽ ഫയലൊക്കെ പോയി തപ്പി അവര് പറയല്ലേ, 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കി കണ്ടുപിടിക്കട്ടെ എന്ന് പറയും. ഇത് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഉടനടി നമുക്ക് എന്താ ടൈംലി റെസ്പോൺസ്, സമയബന്ധിതമായി തന്നെ റെസ്പോൺസ് ചെയ്യാൻ പറ്റും. പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അതിലൂടെ. പിന്നെ അതുപോലെ നമുക്ക് SMS ആയിട്ട് വേണമെങ്കിൽ അയക്കാം, അല്ലെങ്കിൽ ഇമെയിൽ വഴി വേണമെങ്കിലൊക്കെ അയക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മള് ഹോസ്പിറ്റലും പേഷ്യൻസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താൻ പറ്റും. ഇത്രയും ദിവസം അഡ്മിറ്റ് ആണെന്നോ അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പോയി വീട്ടിൽ ചെന്നെത്താനും ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ SMS ഇമെയിൽ വഴിയൊക്കെ അവരെ ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താൻ പറ്റും. ഏഴാമത്തെ പോയിന്റ് നോക്കിയേ, CRM സോഫ്റ്റ്വെയർ വിൽ allow to segment your patients. എന്താ, നമ്മുടെ പേഷ്യൻസിനെ ഓരോ സെഗ്മെന്റ് ആയിട്ട് ഓരോ വിഭാഗങ്ങളായിട്ട് തിരിക്കാനും CRM സോഫ്റ്റ്വെയർ അനുവദിക്കുന്നു. CRM software will allow you to segment your patients എന്തിനെ, based on their health issues. ഉണ്ടോ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അനുസരിച്ച്, ലൊക്കേഷൻ അനുസരിച്ച്, ഏജ്, ജെൻഡർ, ഇതൊക്കെ അനുസരിച്ച് പേഷ്യൻസിനെ ഓരോ വിഭാഗങ്ങളാക്കി തിരിക്കാനും CRM സോഫ്റ്റ്വെയറിലൂടെ പറ്റും. കണ്ടോ, ഹെൽത്ത് ഇഷ്യൂസ് നോക്കാം. ഹാർട്ടുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ ഒരു സെക്ഷൻ, കണ്ണുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് ഒരു സെക്ഷൻ, അവരുടെ ഏജ് അനുസരിച്ച് വേണമെങ്കിൽ അവർക്ക് തിരിക്കാം. ജെൻഡർ, മെയിൽ ഫീമെയിൽ അനുസരിച്ചൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സെഗ്മെന്റ് ആക്കാൻ പറ്റും CRM സോഫ്റ്റ്വെയറിലൂടെ. Segment your patients. CRM software will allow you to segment your patients. അത്ര അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. അടുത്ത് നോക്കിയേ, it also connects front office and back office function. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. Dash connect the front office and back office function. Front office, back office പ്രവർത്തനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആരാ? CRM സോഫ്റ്റ്വെയർ. ഫ്രണ്ട് ഓഫീസ് നമ്മൾ പറഞ്ഞു, ഇനി ബാക്ക് ഓഫീസ് ഫങ്ഷൻസ് ഏതൊക്കെയാ തന്നെ? അക്കൗണ്ടിങ്, ഹ്യൂമൻ റിസോഴ്സ്, അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ബാക്കി പ്രവർത്തിക്കുന്നത്, ബാക്ക് ഓഫീസ് ഫങ്ഷൻസ്. അപ്പൊ ഫ്രണ്ട് ഓഫീസിന്റെയും ബാക്ക് ഓഫീസിന്റെയും പ്രവർത്തനങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ആരാ? CRM സോഫ്റ്റ്വെയർ ആണ്. 8 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞു കേട്ടോ.
ഒന്നാമത്തേല് അപ്പോയിന്റ്മെന്റ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഒരു സഹകരണം CRM സോഫ്റ്റ്വെയറിലൂടെ പറ്റും. പിന്നെ എല്ലാ റിപ്പോർട്ടുകളും ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് ബെനിഫിറ്റ് ആകുന്ന എല്ലാ റിപ്പോർട്ടുകളും കളക്ട് ചെയ്യാനും സംഘടിപ്പിക്കാനും CRM സിസ്റ്റത്തിലൂടെ പറ്റും. ടൈമും റിസോഴ്സും സേവ് ചെയ്യാൻ പറ്റും. മെഡിക്കൽ ബിൽസിലുണ്ടാകുന്ന ഇററുകളെ കുറയ്ക്കാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ പേഷ്യൻസിനെ പല സെഗ്മെന്റ്സ് ആയിട്ട് തിരിക്കാൻ പറ്റും. പിന്നെ അടുത്ത ഫ്രണ്ട് ഓഫീസിനെയും ബാക്ക് ഓഫീസ് പ്രവർത്തനങ്ങളെയും കണക്ട് ചെയ്യാനും CRM സോഫ്റ്റ്വെയറിലൂടെ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ ആണോ നോക്കിയേ? ബൈ ഹാർട്ട് ചെയ്യണ്ട. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇട്ടല്ലോ, വായിച്ചു പോലും നോക്കാതെ. സംശയമൊന്നുമില്ല, നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് ആർക്കും സംശയം ഇല്ല അല്ലെ? ഓക്കെ, വെരി ഗുഡ്. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഓക്കെ, ഇനി അത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ അല്ലെ? ഓക്കെ, ഇനി അടുത്ത CRM സോഫ്റ്റ്വെയറിന്റെ സാമ്പിളാണ്. ഇത് നിങ്ങൾ പഠിക്കണ്ട കേട്ടോ. ഇത് വെറുതെ തന്നേക്കുന്ന വെച്ചാൽ നമുക്കൊന്ന് മനസ്സിലാവണ്ടേ എങ്ങനെയാണ് ഈ സംഭവം. ഇതാണ് CRM സോഫ്റ്റ്വെയർ. ഈ സിസ്റ്റത്തിൽ ഈ ഒരു ഇതിലേക്കാണ് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ അവര് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഇത് നമ്മുടെ മെഡിക്കേഷൻ ഹിസ്റ്ററി കണ്ടില്ലേ? മെഡിക്കേഷൻ ഹിസ്റ്ററി 54 എന്ന് പറഞ്ഞ 54ാമത്തെ പേഷ്യന്റിന്റെ മെഡിക്കേഷൻ ഹിസ്റ്ററിയാണ്. അതായത് മെഡിക്കേഷൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഈ കൊടുത്തേക്കണേ. ഓരോ പേഷ്യൻസിന്റെ വരുമ്പോ അടുത്തത് ചെയ്തുകൊണ്ടിരിക്കുക അവര്. മെഡിക്കേഷൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു CRM സോഫ്റ്റ്വെയറിന്റെ സാമ്പിള്. അപ്പൊ സിസ്റ്റം ഇത് ഓപ്പൺ ആക്കുമ്പോഴേ ഇങ്ങനെ ഒരു വിൻഡോയാ വരുന്നേ. അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാന്ന് നോക്കിയാൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പേഷ്യന്റിന്റെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, സിറ്റി, സ്റ്റേറ്റ് എവിടെയാ, സിപ്പ് കോഡ്, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. പിന്നെ അടുത്തത് നോക്കിയേ, അതാണ് നമ്പറാണ് കേട്ടോ സിപ്പ് കോഡ് എന്ന് പറഞ്ഞത്. പിന്നെ അടുത്തത് നോക്കിയേ മെഡിക്കേഷൻ. താഴെ കണ്ടോ, ഡ്രഗ് ഡിസ്ക്രിപ്ഷൻ, മരുന്ന് ഏതാണ് ഡിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന്, ഏതാണ് മെഡിക്കേഷൻ. പിന്നെ അടുത്തത് നോക്കിയേ എന്തൊക്കെ മരുന്നുകളാണ് അവിടെ ഉണ്ടാവും, എന്തൊക്കെ മരുന്നുകളാണ് പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്നത് അതുണ്ടാവും, ഫിറ്റഡ് ബൈ. പിന്നെ അടുത്ത മെഡിക്കേഷൻ. പിന്നെ അടുത്ത എന്താണ്, ലാസ്റ്റ് ഫിൽ ഡേറ്റ്, അതായത് ലാസ്റ്റ് വന്നു പോയ ഡേറ്റ്. പിന്നെ അടുത്തത് ഒരു കോളത്തില് പ്രിസ്ക്രൈബർ, ഏത് ഡോക്ടറാണ് ഇത് പ്രിസ്ക്രൈബ് ചെയ്തേ ആ ഡോക്ടറിന്റെ പേര് അവിടെ ഉണ്ടാവും, പ്രിസ്ക്രൈബർ ഉണ്ടാവും. അപ്പൊ ഏത് ഡോക്ടറാണ് പ്രിസ്ക്രൈബ് ചെയ്ത് അതുണ്ടാകും. എന്നിട്ട് നമ്മൾ അത് പ്രിന്റ് ക്ലോസ് ഉണ്ട്. അത് ഒരു പേഷ്യന്റിന്റെ. ഇനി അടുത്ത ആള് വരുമ്പോൾ അടുത്ത പേഷ്യന്റിന്റെ. ഇതാണ് ഒരു മെഡിക്കേഷൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട CRM സോഫ്റ്റ്വെയറിന്റെ സാമ്പിൾ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇനി അടുത്ത് നോക്കിയാൽ ഇവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കൂലേ നമ്മള്, അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന CRM സോഫ്റ്റ്വെയറിന്റെ സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ നമ്മളൊരു പുതിയ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ചെയ്യാം. അപ്പോ ഇങ്ങനെ ഈ ഡീറ്റെയിൽസും കൂടി അവിടെ ഇൻക്ലൂഡ് ചെയ്യും. നമ്മുടെ ആദ്യത്തെ ഡീറ്റെയിൽ ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഷീറ്റ് കൂടി അവിടെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ്, അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അടുത്തത് ഫസ്റ്റത്തെയാണ് മെമ്പർഷിപ്പ് ID. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓരോ വ്യക്തികളെയും തിരിച്ചറിയാൻ വേണ്ടി ഒരു ID നമ്പർ വരും നമുക്ക്. പിന്നെ നമ്മുടെ പേരിലല്ല അല്ലെ, പേരല്ല പിന്നെ അവിടെ പറയണേ, നമുക്ക് ആ ID നമ്പർ കാണിച്ചാൽ മതി. ഒരു കാർഡ് കിട്ടൂലേ, നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കാർഡ് കിട്ടൂലേ, നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴ് അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴ്. ഓക്കെ, അപ്പൊ നമ്മള് മെമ്പർഷിപ്പ് ID നമ്പർ തരും. നെയിം, താഴെ പേര്, പിന്നെ അടുത്തത് ഡേറ്റ്, പിന്നെ അടുത്തതാണ് ടൈം, പിന്നെ ഏത് സമയത്താണ് എടുത്തതെന്നുള്ളതാട്ടോ ടൈം, ടൈപ്പ് ഓഫ് സർവീസ്, ഏത് സർവീസ് ആണ്, പിന്നെ അടുത്തതാണ് അത് നമ്മൾ സേവ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ അടുത്തത് എന്താ, നമ്മളത് അതിനുശേഷം സേവ് ചെയ്തിട്ട് എന്താ പറയാ, പിന്നെ ആ പ്രൊസീജിയർ വരും. അടുത്ത പ്രൊസീജിയറിലേക്ക് പോകും. നമ്മൾ അപ്ഡേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തു അല്ലെങ്കിൽ ലോഗ് ഔട്ട് ചെയ്തു. ഇത്രയാണ് അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഡീറ്റെയിൽസ് ആണ് കേട്ടോ. ഒന്നാമത്തെ മെഡിക്കേഷൻ ഹിസ്റ്ററിയുമായിട്ട് വരുന്ന ഇതാണ് മെഡിക്കേഷൻ ഹിസ്റ്ററി. ഇത് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോഴാണെങ്കിലും നമുക്കൊരു അപ്പോയിന്റ്മെന്റ് എന്താ പറയാ, അതിനുശേഷം
അപ്പോയിന്റ്മെന്റിനാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ ഈ ഒരു ഷീറ്റിൽ കൂടി നമ്മുടെ ഡീറ്റെയിൽസ് അവരവിടെ ചെയ്തെടുക്കും. അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോഴും ഓരോ ഡോക്ടറിനെയും കാണാൻ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കൂലേ, അത്. പിന്നെ അടുത്ത് നോക്കിയേ, ഇനി വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്. ഒരു ഫ്രണ്ട് ഓഫീസിന്റെ സുപ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോക്കി വെക്കാം. എന്തൊക്കെയാണ് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാ പറഞ്ഞത്. സുപ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ്, vital functions to identify and analyze customer needs ആണ്. ഒന്നാമത്തെ കാര്യം എന്താ? ഐഡന്റിഫൈ ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക, അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക കസ്റ്റമറിന്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും. അത് വേണം. ആദ്യം പേഷ്യന്റ് വരുന്നത് ഫ്രണ്ട് ഓഫീസിലേക്കാണ്. അപ്പൊ അവിടെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്, ഫംഗ്ഷനാണ് ഏത്? കസ്റ്റമറിന്റെ ആവശ്യങ്ങൾ. എന്തിനാ അവര് വന്നത്? എന്തെങ്കിലും പ്രശ്നങ്ങളാണോ, എന്തെങ്കിലും കംപ്ലൈന്റ്സ് ആണോ, അതെന്താന്ന് വെച്ചാൽ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, അതിനെ വിശകലനം ചെയ്യുക. ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ്, കണ്ടെത്തുകയും വിശകലനം ചെയ്യുകയും ചെയ്യുക. രണ്ടാമത് നോക്കിയേ, recognize the most common area research for customer complaints. കണ്ടോ, ഇനി അടുത്ത് കുറെ പേര്, ഇപ്പൊ ഒരു 10 പേര് ചെന്ന് ഒരു കാര്യം തന്നെ അങ്ങോട്ട് കൊടുക്കാണ്. അപ്പൊ എന്താ, ഈ കസ്റ്റമർ കംപ്ലൈന്റ്സിനായിട്ടുള്ള, കസ്റ്റമറിന്റെ പരാതികൾക്കുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള റീസൺ ഏതാന്ന് വെച്ചാൽ റിക്കഗ്നൈസ് ചെയ്യുക. കൂടുതൽ പേരുകളും എന്ത് കാര്യം ആണ് അവിടെ കംപ്ലൈന്റ് ചെയ്തത്, അത് റിക്കഗ്നൈസ് ചെയ്യുക. എന്നാൽ അതിന് നമുക്ക് സൊല്യൂഷൻസ് പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ. കണ്ടോ, ഏറ്റവും സാധാരണമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാം. Recognize the most common reason for customer complaints. Complaints എന്ന് പരാതികള്. ഇനി അടുത്ത നോക്കിയേ, discover technique to cultivate and maintain special customer relationship. കണ്ടോ, ഡിസ്കവർ ചെയ്യാന്ന് വെച്ചാൽ കണ്ടെത്തുക. എന്താ കണ്ടെത്തണ്ടേ? ടെക്നിക്കുകൾ കണ്ടെത്തണം. എന്തിനാ? to cultivate and maintain special customer relationship. നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും കൾട്ടിവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ വളർത്തിയെടുക്കാനും നിലനിർത്താനും. നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കാനും നിലനിർത്താനുമുള്ള ടെക്നിക്കുകൾ കണ്ടെത്തുക. കസ്റ്റമേഴ്സ് പറഞ്ഞാലേ ഹോസ്പിറ്റലിൽ നിലനിൽപ്പുള്ളൂ. അപ്പൊ ആരുടെ കയ്യിലായിരിക്കണം ഈ കസ്റ്റമറൊക്കെ? നമ്മുടെ റിസപ്ഷനിസ്റ്റിന്റെ കയ്യിലാണ്, ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫിന്റെ കയ്യിലാണ് ഇരിക്കുന്ന കസ്റ്റമർ എല്ലാവരും. അവര് നല്ല രീതിയിൽ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമർ മുഴുവനും നമുക്ക് വരും. അവര് ചെല്ലുമ്പോ തന്നെ മോശമായിട്ട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചാൽ ആ വഴി ഇറങ്ങി പോകും പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് അവിടെ കസ്റ്റമറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ടെക്നിക്കുകള് കണ്ടെത്തുക. അടുത്ത നോക്കിയാൽ അസസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. അസസ് ചെയ്യുക, വിലയിരുത്തുക, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് വിലയിരുത്തുക. യൂസ് ടു വേ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അണ്ടർലൈൻ ചെയ്തേ, ടു വേ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ടു ലെവൽ വിത്ത് പീപ്പിൾ. കണ്ടോ, എങ്ങനെയാ? ആളുകളുടെ ലെവൽ അനുസരിച്ച്. ഇപ്പൊ എല്ലാവരും ഒരുപോലെ ആയിരിക്കും? എല്ലാ കുട്ടികളും അല്ല, എല്ലാ പേഷ്യൻസും ഒരുപോലെ ആയിരിക്കും? ഇല്ല. അപ്പോ ആ പേഷ്യൻസിന്റെ ലെവൽ എങ്ങനെയാണ്, അതിനനുസരിച്ച് ടു വേ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അത് നമ്മൾ വിലയിരുത്തുക. നമ്മുടെ അടുത്ത് വരുന്ന ഇപ്പൊ ലോക്കൽ ആളുകളാണെങ്കിൽ നമ്മൾ എന്താ കുറച്ചും കൂടി അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്ലിയർ ആക്കി കൊടുക്കുക കാര്യങ്ങൾ. ഇനി ഹൈ സ്റ്റാൻഡേർഡ് ആളുകളാ വരുന്നെങ്കിൽ അവർക്ക് ആ ലെവൽ അനുസരിച്ച് സംസാരിക്കുക. അല്ലാതെ അവരോട് നമ്മള് നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ നമ്മുടെ എഫേർട്ട് കുറയും. പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ ക്ലിയർ ആവും. ചിലപ്പോ ലോക്കൽ ആളുകളോട് ചിലപ്പോ അത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ക്ലിയർ ആവണമെന്നില്ല. അതായത് അത് തന്നെ, വെരി ഗുഡ്. ജസ്മിന് ഇവിടെ ഇട്ടുണ്ടല്ലേ, നമ്മുടെ കസ്റ്റമർ എങ്ങനെയുള്ളവരാന്ന് അറിയണം അല്ലേ? അതിനനുസരിച്ചിട്ട് അസസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് അസസ് ചെയ്യുക, വിലയിരുത്തുക. എന്നിട്ട് ടു വേ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ലെവൽ വിത്ത് പീപ്പിൾ. വൺ വേ അല്ല കേട്ടോ, ടു വേ ആണ് കേട്ടോ. നമ്മളും ടു വേ ആണ്. നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ പറയുന്നില്ല എന്നുള്ളൂ, മെസ്സേജുകൾ അയക്കുന്നുണ്ട്, ഞാൻ അതിന് റിപ്ലൈ തരുന്നുണ്ട് അല്ലേ? ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറയുന്നത് മാത്രം കേട്ടാൽ പോരല്ലോ, പറയാനുള്ള കാര്യം കൂടി കേൾക്കണ്ടേ? ടു വേ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ടു ലെവൽ വിത്ത് പീപ്പിൾ. ആളുകളുടെ ലെവലുമായിട്ട് ഏത് ലെവലിലുള്ള ആളാണ് അതനുസരിച്ചുള്ള ടു വേ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് യൂസ് ചെയ്യുക. ടു ആക്സെപ്റ്റ് ഫീഡ്ബാക്ക്. അവരിൽ നിന്ന് ഫീഡ്ബാക്കുകൾ സ്വീകരിക്കുക. ആൻഡ് ടു ഡിസ്കസ് പ്രോബ്ലംസ്. പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുക. ആൻഡ് ടു ഡിസ്കസ് പ്രോബ്ലംസ്.
പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുക. Then അടുത്ത പോയിന്റ് നോക്കിയേ, ഐഡന്റിഫൈ സ്പെസിഫിക് പ്രോബ്ലം ഇൻ യുവർ കസ്റ്റമർ സർവീസ് പ്രോഗ്രാം ആൻഡ് അപ്ലൈ ദ ട്രീറ്റ്മെന്റ്. നമ്മുടെ കസ്റ്റമർ സർവീസ് പ്രോഗ്രാം അതിനകത്തുള്ള പ്രത്യേക പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. കേട്ടോ, ഐഡന്റിഫൈ സ്പെസിഫിക് പ്രോബ്ലം ഇൻ കസ്റ്റമർ സർവീസ് പ്രോഗ്രാം. നമ്മൾ കൊടുക്കുന്ന കസ്റ്റമർ സർവീസ് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രത്യേക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുക. ആൻഡ് അപ്ലൈ ദ ട്രീറ്റ്മെന്റ്, അതിനുള്ള ട്രീറ്റ്മെന്റ് അപ്ലൈ ചെയ്യുക, അതിനുള്ള സൊല്യൂഷൻസും കാണുക. അപ്പൊ തന്നെ ഓക്കെ, അത്രയാണ് വൈറ്റൽ ഫങ്ഷൻസ്. ക്ലിയർ ആണോ നോക്കിയേ? Okay. Identify the specific problem in your customer service program and apply the treatment. നമ്മൾ കൊടുക്കുന്ന കസ്റ്റമർ സർവീസ് ആ കസ്റ്റമർ സർവീസ് പ്രോഗ്രാംസിലാണെങ്കിലും എന്തെങ്കിലുമുള്ള പ്രത്യേക പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യുകയും അതിനുള്ള ട്രീറ്റ്മെന്റ് അപ്ലൈ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഒരു സംശയമില്ലല്ലോ അല്ലേ? ഇല്ല. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഫങ്ഷൻസ് ആണ് കേട്ടോ. ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിലെ ഫങ്ഷൻസ് ആണ്. ആ ഫങ്ഷൻസിലെ 1, 2, 3 നമ്പർ ഇട്ട് വെച്ചിട്ടില്ലേ, അത് 4, 5 പറഞ്ഞിരിക്കണം. അത് നോക്കി വെക്കണം കേട്ടോ. അത് മിക്കവാറും നമുക്ക് ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഇൻക്ലൂഡ് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞാൽ അത് ചോദിക്കാറുണ്ട് കൂടുതലായിട്ട്. സിമ്പിൾ ആയിട്ട് കൊടുത്തേക്കണം. രജിസ്ട്രേഷൻ അതൊരു ഫങ്ഷനാണ്. കണ്ടോ, ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് ആണ്. ഞാൻ ജസ്റ്റ് പേര് മാത്രം പറയുള്ളൂ കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഒന്നാമത്തെ ഫങ്ഷൻ ആണ് രജിസ്ട്രേഷൻ, രജിസ്റ്റർ ചെയ്യുക. രണ്ടാമത്തെ ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്, ഗസ്റ്റിനുള്ള ഇൻഫർമേഷൻ, ഗസ്റ്റിന് വിവരങ്ങളൊക്കെ കൊടുക്കണ്ടേ, അത് കൊടുക്കണം. മൂന്നാമത്തെയാണ് ക്യാഷ് കളക്ഷൻ, പൈസ മേടിക്കണ്ടേ, പിന്നെ ക്യാഷ് കളക്ട് ചെയ്യുക. പിന്നെ അടുത്ത ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡിലിംഗ്, ഇനി എന്തെങ്കിലും വിവരങ്ങൾ നമ്മുടെ പേഷ്യൻസിന് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അന്വേഷണങ്ങളൊക്കെ ആണെങ്കിൽ എൻക്വയറി ഒക്കെ കൈകാര്യം ചെയ്യണം. പിന്നെ അടുത്തതാണ് അഞ്ചാമത്തെ റിപ്പോർട്ട് മേക്കിംഗ്, റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. ഓക്കെ, 5 ഫങ്ഷൻസ് ആണ്. പേര് മാത്രം നോക്കി വെക്കുക കേട്ടോ. ഡീറ്റെയിൽസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. രജിസ്ട്രേഷൻ, ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്, മൂന്നാമത്തെയാണ് ക്യാഷ് കളക്ഷൻ, ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ്, റിപ്പോർട്ട് മേക്കിംഗ്. ഇത്രയും 5 ഫങ്ഷൻസ് ആണ്. ഓക്കെ, ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തിടാം. അങ്ങനെ അധികം കൺക്ലൂഡ് ചെയ്യേണ്ടി വരാറില്ല എന്ന് വെച്ചാൽ കുട്ടികളെ പറഞ്ഞു പോണത് കൊണ്ടേ. പിന്നെ ലാസ്റ്റ് നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്യണമെന്നാണ് ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻ. പിന്നെ ഞാൻ അപ്പം ഓരോന്നും ക്ലിയർ ചെയ്ത് പോകുന്നതുകൊണ്ട് പ്രത്യേകം ഞാൻ അതിന് ചോദിക്കാറില്ല. നമുക്ക് ഒരുപാട് വെറുതെ സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ പോർഷൻസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ റിവിഷൻ ചെയ്യാനുള്ള സമയം കൂടി കിട്ടും. കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് അത്രയും ഒരു എക്സാമിനെ സംബന്ധിച്ച് ബെനിഫിറ്റ് ആവും. നമുക്ക് എങ്ങനെയൊക്കെയാ ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്, സമയമുള്ളതിനനുസരിച്ച് ചാപ്റ്റർ വൈസ് ആയിട്ട് അങ്ങനെ സമയം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ചാപ്റ്റർ വൈസ് റിവൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മൊത്തത്തെ ഓവറോൾ ആയിട്ട് എല്ലാ ചാപ്റ്ററും കൂടി ഒരുമിച്ച് നമുക്ക് റിവൈസ് ചെയ്യാൻ കഴിയും. അപ്പൊ അതിനുള്ള സമയം നമ്മൾ മുന്നിൽ കാണണം. അതുകൊണ്ടാണ് വെറുതെ 10 മിനിറ്റ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഓക്കെ എന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്തേക്ക് അത് എല്ലാവർക്കും നിർബന്ധമാണ്. നമ്മൾ എടുക്കുന്ന അത്രയും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിലാണ് ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പോകുള്ളൂ. അത് പിന്നെ വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് അധികം എന്തെങ്കിലും ഉണ്ടോ, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഇങ്ങനെ തന്നെ പോയാൽ പോലെ നമുക്ക് കറക്റ്റ് ആയിട്ട്. ഓക്കെയാണ്, ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി അപ്പൊ നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ, ബൈ. നമുക്ക് ഫ്രൈഡേ കാണാം. ഫ്രൈഡേ ബാക്കിത്തെ ഫങ്ഷൻസ് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. മോക്ക് ടെസ്റ്റുകൾ ചെയ്യണേ, എപ്പോഴും പറയണ്ടല്ലോ അല്ലെ. കറക്റ്റ് ആയിട്ട് അതും ചെയ്ത് വെച്ചേരെ കേട്ടോ. ഓരോ ദിവസവും നിങ്ങൾ എഴുതിയെടുക്കണമെങ്കിൽ വേണമെങ്കിൽ എഴുതിയെടുത്ത് വെച്ചോ. അപ്പം നിങ്ങൾക്ക് എക്സാമിന് മൊഡ്യൂൾ എക്സാം വരുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പം ഉണ്ടായിരിക്കും. ഓരോ ചാപ്റ്റർ എഴുതിയിട്ട് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുമിച്ച് വേണമെങ്കിൽ എഴുതി വെച്ചോ. താങ്ക് യു. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യേ. എഴുതിയെടുത്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്.